ഹായ് ഫ്രണ്ട്സ്, വിദേശയാത്ര പോകണം എന്ന ആഗ്രഹമുണ്ടോ? എന്നാൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് താരതമ്യേന എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന 5 രാജ്യങ്ങൾ ഇതാ. വീഡിയോയുടെ അവസാനം ഏറ്റവും കുറഞ്ഞ ചിലവിൽ പോകാൻ പറ്റുന്ന രാജ്യം ഏതാണെന്നും പറയാം. നമ്പർ 5, നേപ്പാൾ. നേപ്പാളിലേക്ക് ഇന്ത്യക്കാർക്ക് വിസ ആവശ്യമില്ല. സാധുവായ ഇന്ത്യൻ പാസ്പോർട്ട് അല്ലെങ്കിൽ മറ്റ് അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് പ്രവേശിക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റും കാഠ്മണ്ഡുവിലെ പുരാതന ക്ഷേത്രങ്ങളും പൊഖറയിലെ മനോഹരമായ തടാകങ്ങളും നേപ്പാളിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. ശ്രീലങ്ക. ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യാൻ സാധാരണയായി ഓൺലൈനായി ETA എടുത്താൽ മതിയാകും. കൊളംബോ നഗരം, LAയിലെ ട്രെയിൻ യാത്ര, സിഗിരിയിലെ റോക്ക് ഫോർട്ട്, മനോഹരമായ ബീച്ചുകൾ എന്നിവ സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലങ്ങളാണ്. ഇന്ത്യയിൽ നിന്നും വെറും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ശ്രീലങ്കയിൽ എത്തിച്ചേരാൻ സാധിക്കും. നമ്പർ 3, മാലിദ്വീപ്. മാലിദ്വീപിലേക്ക് ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ ലഭിക്കും. ലോകപ്രശസ്തമായ വാട്ടർ വില്ലകൾ, സുതാര്യമായ കടൽവെള്ളം, നിറയെ കൊറൈൽ റീഫുകൾ എന്നിവയാണ് ഇവിടുത്തെ പ്രത്യേകത. ഹണിമൂണിനും കുടുംബയാത്രയ്ക്കും ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണിത്. നമ്പർ 2, ഇന്തോനേഷ്യ അഥവാ ബാലി. ബാലിയിലേക്ക് വിസ ഓൺ അറൈവൽ ലഭിക്കും. മനോഹരമായ ക്ഷേത്രങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, റൈസ് ടെറസുകൾ, സർഫിംഗ് ബീച്ചുകൾ എന്നിവ കാരണം ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബാലി. താരതമ്യേന കുറഞ്ഞ ചിലവിൽ നല്ലൊരു വിദേശയാത്ര ആസ്വദിക്കാൻ സാധിക്കും. നമ്പർ 1, തായ്ലൻഡ്. തായ്ലൻഡ് ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വിദേശ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ബാങ്കോക്ക്, ഫുക്കറ്റ്, ക്രാബി, പട്ടായ എന്നിവിടങ്ങളിലെ മനോഹരമായ ബീച്ചുകളും നൈറ്റ് മാർക്കറ്റുകളും സ്വാദിഷ്ടമായ ഭക്ഷണവും സഞ്ചാരികളെ ആകർഷിക്കുന്നു. പലർക്കും ആദ്യ വിദേശയാത്രയ്ക്കുള്ള തിരഞ്ഞെടുപ്പും ഇതാണ്. ഇതിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾ ആദ്യം പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യം ഏതാണ്? കമൻറ്റിൽ പറയൂ. ഇത്തരത്തിലുള്ള കൂടുതൽ ട്രാവൽ ഫാക്ടറുകൾക്കായി ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.